സോ ഓണായിട്ടുണ്ട്. സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം, സ്വാഗതം, വെൽക്കം എന്ന് വേണം പറയാം. സോ ഇന്നത്തെ വീഡിയോ മെയിൻലി ഞാൻ കയറ്റത്തിനും ഇറക്കത്തിലും ഗിയർ വണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഗിയറിലാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. ഞാൻ ഒരു ബാക്ക് ബ്രേക്കും ചവിട്ടിയിട്ടുണ്ട്. സോ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിപ്പോൾ ചെറുതായിട്ടൊരു ഇറക്കമുണ്ട്, ഇവിടെ നിന്ന് ഇറക്കേണ്ട. ആദ്യം ക്ലച്ച് ഫുൾ പിടിക്കുക, ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും പിടിച്ചിട്ടുണ്ട്. ഇത് വിട്ടിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്ലച്ച് വിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഓണാവും. എനിക്ക് ഇത് സെൽഫ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ബട്ട് ഇവിടെ ഞാൻ അത് എമർജൻസിക്ക് വേണ്ടിയിട്ട് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ ഓൾറെഡി ഇപ്പോൾ സെൽഫ് അടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഗിയറിലാണ് ഇറങ്ങി ഇങ്ങനെ പോകുന്നത്. സോ ഇറക്കത്തിൽ നിന്ന് വരുമ്പോൾ ഒരു തേർഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ വളവെത്തുമ്പം ചെറുതായിട്ടൊന്ന് ഹോൺ അടിച്ച് കൊടുക്കുന്നത് നല്ലതിനാണ്. പിന്നെ ക്ലച്ച് എൻഗേജ് ചെയ്യണമെങ്കിൽ അങ്ങനെ എൻഗേജ് ചെയ്ത് വളയ്ക്കാവുന്നതാണ്. അതിനനുസരിച്ചുള്ള സ്പീഡും കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ തേർഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു റൈറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഒരു തേരിയുണ്ട്, അവിടെ വെച്ചിട്ട് ഞാൻ നിർത്തിയിട്ട് കാണിച്ചുതരാം എങ്ങനെയാണ് തേരി വെച്ച് എടുക്കേണ്ടത്. സോ ഇവിടെ നിന്ന് ഞാൻ റൈറ്റിലേക്കൊരു ഇൻഡിക്കേറ്റർ ഇട്ടു, എന്നിട്ട് സെക്കൻഡ് ഗിയറിലോട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്തു. രണ്ട് സൈഡും ഓക്കെ. സോ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു തേരിയുണ്ട്, ആ കയറ്റത്തിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടതെന്ന്. ഇപ്പോഴും സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് കിടക്കുന്നത്. ക്ലച്ച് ചെറുതായിട്ട് ഞാൻ പിടിച്ചു കൊടുത്തു. അപ്പോൾ വണ്ടിക്ക് അധികം ജർക്കിംഗ് ഒന്നും കാണത്തില്ല. സോ അറിഞ്ഞുകൂടാത്ത വളമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച തിയറി. സോ ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലാണ് ഞാനിപ്പം കയറുന്നത്. സെക്കൻഡ് ഗിയറിൽ സുഖമായിട്ട് കയറുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ വണ്ടിക്ക് കയറുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടിട്ട് കയറ്റാവുന്നതുമാണ്. സോ ഇവിടെ വെച്ച് നിങ്ങളുടെ വണ്ടി സ്റ്റോളായി പോയി എന്ന് വിചാരിക്കും. അപ്പം ഞാൻ എന്താ ഓഫ് ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് ഗിയറിലോട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിർത്തിയേക്കുകയാണ്. സോ നിങ്ങൾക്ക് കാണാം, ഇത് ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. സോ ഇപ്പം ഇതേപോലത്തെ ഒരു കയറ്റത്തിൽ ഇങ്ങനെ സ്റ്റോളായി നിന്ന് പോയാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഇവിടെ പോകുന്നത്. സോ ആദ്യം തന്നെ ചെയ്യുന്നത്, നിങ്ങൾ ബാക്ക് ബ്രേക്ക് ചവിട്ടുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് ചെയ്യുക. ഫ്രണ്ട് ബ്രേക്ക് എങ്കിൽ ഫ്രണ്ട് ബ്രേക്ക്, ഞാനും ഫ്രണ്ട് ബ്രേക്കിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക, ക്ലച്ച് നന്നായിട്ട് എൻഗേജ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി ഇവിടെ നിന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പയ്യെ നമ്മൾ ക്ലച്ച് ഇവിടെ നിന്ന് പയ്യെ റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പം വണ്ടിക്ക് ഫ്രണ്ടിലോട്ട് ചെറുതായിട്ടൊരു പുള്ള് കാണും. ആ പുള്ള് കാണുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആക്സലറേഷൻ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ പയ്യെ ക്ലച്ച് ഇടുന്നു, അപ്പം ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. സോ എല്ലാം പെട്ടെന്നായിരിക്കണം, ഇല്ലെങ്കിൽ വണ്ടി ഓഫായി. ഇതേപോലെയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു തവണ പറഞ്ഞുതരാം. എല്ലാം ഇത് പെട്ടെന്ന് ചെയ്യണം. ആദ്യം ക്ലച്ച് വെറുതായിട്ട് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ടൊരു പുള്ള് കാണും. ആ പുള്ള് കാണുമ്പോൾ തന്നെ ഫ്രണ്ട് ബ്രേക്കും ആക്സിലറേഷനും ചെറുതായിട്ട് റൈസ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് ബ്രേക്ക് പയ്യെ വിടുക. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ വണ്ടി സ്റ്റോളായി വീണ്ടും നേരത്തെ കണക്ക് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് വണ്ടി ഓഫായിപ്പം. സോ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു തേരിയിൽ ഒരു തവണയും കൂടെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അത് കുറച്ച് ചെയ്ത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ഇപ്പോൾ കേൾക്കുമ്പോൾ എളുപ്പത്തിൽ തോന്നും, എളുപ്പമാണെന്നൊക്കെ തോന്നും. പക്ഷേ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എന്താ, ഞാൻ ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടിട്ട് വണ്ടി ഓഫായി. ഇപ്പം ഇൻ കേസ് ഇവിടെ ആരുമില്ലല്ലോ അല്ലേ, ആയില്ല. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ കിടക്കുകയാണ്. സോ ഇപ്പം വിചാരിച്ചോ നിങ്ങളുടെ വണ്ടി സ്റ്റോളായിപ്പോയി. ഇപ്പം ഒരു കയറ്റമാണ്. ഇവിടെ നിന്ന് ഞാൻ ക്ലച്ച് പിടിക്കുകയാണെങ്കിൽ ഇപ്പം ബ്രേക്കൊന്നും പിടിച്ചിട്ടില്ല. ഫസ്റ്റ് ഗിയറിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് വണ്ടി ബാക്കിലോട്ട് റോളാവാത്ത. ഇപ്പം ഞാൻ ക്ലച്ച് പിടിക്കുകയാണെങ്കിൽ ബാക്കിലോട്ട് റോളാവാൻ ചാൻസല്ല, ബാക്കിലോട്ട് റോളാവുന്നുണ്ട്. സോ അത് കയറ്റമായതുകൊണ്ട് മാത്രമാണ് അവരുടെ. സോ ഇനി ഒരു തവണ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ക്ലച്ച് ഫുൾ എൻഗേജ് ചെയ്യുക, ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക, ഇല്ലെങ്കിൽ ബാക്ക് ബ്രേക്ക് ആണെങ്കിൽ ബാക്ക് ബ്രേക്കും പിടിക്കാം. വണ്ടി ഓണാക്കുക, എന്നിട്ട് ക്ലച്ച് ചെറുതായിട്ട്
പയ്യെ റിലീസ് ചെയ്യുക. വണ്ടി ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് പുള്ളടിക്കുമ്പം ആക്സിലറേഷൻ കൂട്ടിയിട്ട് ഫ്രണ്ടിലേക്ക് വിട്ടിട്ട് ഇങ്ങനെ ആക്സിലറേഷൻ വലിച്ചു കൊടുത്താൽ ഇത് ഫുൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. എൻജിൻ നന്നായിട്ട് വലിക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി മുന്നോട്ടെടുക്കാവുന്നതുമാണ്. ആദ്യം സ്റ്റോളായി ഒരു കയറ്റത്തിലാണെങ്കിൽ എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ഗിയറല്ല സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റിലോട്ട് ഇട്ടിട്ട് മാത്രമേ മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ സ്റ്റോൾ ചെയ്യുന്ന ചാൻസസ് വളരെ കൂടുതലാണ്. കയറ്റത്തിൽ സെക്കൻഡ് ഗിയർ ഇട്ട് കയറ്റുന്ന കാര്യം ഒട്ടുമുക്കാൽ ഇമ്പോസിബിൾ എന്ന് വേണമെങ്കിലും പറയാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ബട്ട് ഫസ്റ്റ് ഗിയറാണ് ഏറ്റവും കൂടുതൽ സ്റ്റോൾ ചെയ്യുന്നതിൽ പെർസെൻറ്റേജ് കുറവ്. സോ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് കയറ്റം കയറ്റുക. ഞാൻ ഇപ്പം 3 തവണ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിലും കൂടെ ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കാം. വണ്ടി തന്നെ ആൾക്ക് ചെറുതായിട്ടൊന്ന് സൈഡിലോട്ട് ഒതുങ്ങാമായിരുന്നു. ബട്ട് ഇല്ല, ഇങ്ങനത്തെ കുറച്ച് ഡ്രൈവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് മെനക്കേടാണ്. അയാളുടെ റൈറ്റിലോട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ബട്ട് കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ഞാനിപ്പോൾ എവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്? എല്ലാം മറന്നു പോയല്ലോ ഈശ്വര. എനിക്ക് ഓർമ്മ വരുന്നില്ല ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന്. ഇപ്പം സെക്കൻഡ് ഗിയറിലാണ് ഞാൻ ഓടിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെയും സ്പീഡ് കുറച്ചിട്ട് ഓടിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പം ഇത് ഒരു എക്സ്റ്റേണൽ മൈക്കൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം കുറച്ച് പയ്യെ പോകുന്നത്. തേർഡ് ഗിയറിലിട്ട കുറച്ച് എൻജിൻ്റെ സൗണ്ടും കൂടെ കുറയുന്നു. അപ്പോൾ എനിക്ക് ഈ ഗോപ്രോയുടെ ഇത് ഇൻറ്റേണൽ മൈക്ക് തന്നെ യൂസ് ചെയ്യുന്നതാണ്. സോ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് എന്തായിരുന്നു വെച്ചാൽ ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം തേർഡ് ഗിയറിലിട്ടിട്ട് കുറച്ച് സ്ലോയിൽ ഓടിക്കുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് ജെർക്കി പഠിച്ചത്. സോ ഞാനിപ്പോൾ ഓൾറെഡി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത കയറ്റത്തിൽ എങ്ങനെയാണ് കയറ്റേണ്ടതെന്നാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എപ്പോഴും ഒരു കയറ്റത്തിൽ ചെന്ന് നിർത്തുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇടാൻ നോക്കുക. ഇട്ടിട്ട് വണ്ടി ക്ലച്ച് ഫുൾ എൻഗേജ് ചെയ്ത് ഫ്രണ്ട് ബ്രേക്കോ ബാക്ക് ബ്രേക്കോ പിടിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ടെടുക്കാവുന്നതാണ്. നിങ്ങളിത് ഒരു 2-3 തവണ ഇത് പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ കേട്ട് പെട്ടെന്ന് പഠിക്കാമെന്ന് വിചാരിക്കേണ്ട. പ്രാക്ടിക്കലായിട്ട് ആദ്യം ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് ഫുള്ളി പഠിച്ചു വരാൻ പറ്റുള്ളൂ. ഇതങ്ങനെയാണ് വണ്ടി ഗിയർ വണ്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഒരു 2-3 തവണയൊക്കെ ട്രൈ ചെയ്യേണ്ടി വരും. ഒരു 2-3 അല്ല, ചിലപ്പം 4-5 തവണയൊക്കെ ചെയ്യേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും നാച്ചുറലായിട്ട് അങ്ങനെ വരണമെന്നില്ല. നാച്ചുറലായിട്ട് വരുന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വേറെ ആരുടെയും വണ്ടിയൊന്നും എടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലിയുടെ വണ്ടിയാണെങ്കിൽ, ഇല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി വരുന്നുണ്ടെങ്കിൽ അവരുടെ വണ്ടി വാങ്ങിച്ച് ഇങ്ങനെ ട്രെയിൻ ചെയ്യുക. കുറച്ച് പാടാണ് വണ്ടി ഇങ്ങനെ ഗിയർ വണ്ടിയൊക്കെ ഓടിക്കാൻ. സോ ഞാനിപ്പോൾ ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്തേക്കണം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.